ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്. ഖുലാസത്തുൽ ഫിഖ്ഹിൽ ഇസ്ലാമി, ഇസ്ലാമിക കർമ്മശാസ്ത്രം, അതിലെ 44-ാമത്തെ ചാപ്റ്ററിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് നജാസത്തുമായി ബന്ധപ്പെട്ട ഭാഗങ്ങളാണ്. നജസ് അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ. നമുക്ക് കിതാബിന്റെ ഉദാഹരണി കാണാം. അന്നജാസത്തു, മാലിന്യം. മാലിന്യം എന്ന വിഷയം പഠിക്കുന്ന സമയത്ത് പൊതുവെ നമ്മളുടെ ബോധ്യം ഉണ്ടാകേണ്ട കാര്യങ്ങളാണ്. അമിതമായ ഉൾക്കണ്ട ആവശ്യമില്ല, അതേ സമയത്ത് അവഗണനയോ അശ്രദ്ധയോ ഉണ്ടാകാനും പാടില്ല. ഇത് രണ്ടിന്റെയും ഇടയിൽ ചില ബോധ്യങ്ങളുടെയും ശ്രദ്ധയുടെയും കൂടെ കൈകാര്യം ചെയ്യേണ്ടതും. വൃത്തി എന്നത് ഒരു മനുഷ്യന്റെ സുരക്ഷിതത്വത്തിന്റെ ഭാഗമാണ്. ശുദ്ധി എന്ന് പറയുന്നത് ഒരു മനുഷ്യന്റെ സുരക്ഷിതത്വത്തിന്റെയും ആത്മീയതയുടെയും ഭാഗമാണ്. അത് മനസ്സിലാക്കി ഈ വിഷയത്തെ കൈകാര്യം ചെയ്യുകയാണ് വേണ്ടത്. നമുക്ക് വിഷയത്തിലേക്ക് പോകാം. അന്നജാസത്തു ലുഗത്തൻ കുല്ലു മുസ്തഖ്ദരി. നജാസത്ത് എന്നതിന്റെ ഭാഷാ പ്രയോഗം മോശമായി കാണുന്നതെല്ലാം, മ്ലേച്ഛമായി കാണുന്നതെല്ലാം എന്ന അർത്ഥത്തിൽ മനസ്സിലായി. ശർഅൻ നമ്മളിവിടെ സാങ്കേതികമായി ഈ പഠനത്തിൽ ഉദ്ദേശിക്കുന്നത് മുസ്തഖ്ദറുൻ യംനഉ സിഹത്ത സ്വലാത്തി ഹൈതു ലാ മുറഖിസ. മുസ്തഖ്ദറുൻ മാലിന്യം, മോശമായി പരിഗണിക്കപ്പെടുന്ന സാധനം. ഇസ്തഫഅലയാണ്. ഖദറ, ഇസ്തഖ്ദറ, അതിന്റെ ഇസ്മു മഫ്ഊലാണ് മുസ്തഖ്ദർ. മുസ്തഖ്ദറുൻ യംനഉ സിഹത്ത സ്വലാത്തി, യംനഉ അത് തടസ്സപ്പെടുത്തും, സിഹത്ത സ്വലാത്തി നിസ്കാരത്തിന്റെ സ്വീകാര്യത. അപ്പൊ നിസ്കാരത്തിന്റെ സ്വീകാര്യതക്ക് കുഴപ്പം വരുന്ന മാലിന്യം, അതാണ് നമ്മൾ ഇവിടെ ചർച്ചക്ക് കൊണ്ടുവരുന്നത്. അപ്പൊ അതുണ്ടായാൽ അതോടുകൂടെ ഇപ്പോ ഡ്രസ്സില് ഒരു നജസ് ഉണ്ടായാൽ ആ ഡ്രസ്സോടുകൂടെ നിസ്കരിക്കാൻ പറ്റൂല. ശരീരത്തിൽ നജസ് ഉണ്ടായാൽ ആ നജസ്സോടുകൂടെ നിസ്കരിക്കാൻ പറ്റൂല. ഇതാണ്, ഈ രീതിയിലാണ് ചർച്ച പോകുന്നത്. ഹൈതു ലാ മുറഖിസ, ഇളവില്ലാത്ത. മുറഖിസ്, റഖസ യുറഖിസു ഫഅല യഫഇലു, ഇളവില്ലാത്ത സ്ഥിതിയിൽ. വതജിബു ഇസാലത്തുഹാ ഇൻദ സ്വലാത്തി, വതജിബു നിർബന്ധമാണ്, ഇസാലത്തുഹ നജസിനെ നീക്കം ചെയ്യൽ, ഇൻദ സ്വലാത്തി നിസ്കാരത്തിന്റെ സമയത്ത്. അപ്പൊ നജസ് ഉണ്ടെങ്കിൽ ആ നജസ് നീക്കം ചെയ്യൽ നിസ്കാരത്തിന്റെ സമയത്ത് നിർബന്ധമാണ്. അത് ഷർത്താണ്, അപ്പൊ ചെയ്യൽ നിർബന്ധമാണ്. വസ്തിഅമാലി ശൈഇൻ ഫീഹി അന്നജാസത്തു വതളമുഖി ബിഹാ അബസൻ. വസ്തിഅമാലി ശൈഇൻ, ഒരു വസ്തു ഉപയോഗിക്കുന്നിടത്ത്, ഫീഹിൻ നജാസത്തു, ആ വസ്തുവിൽ നജസുണ്ട്. വസ്ത്രം, അതുപോലെ ഒരു വസ്തു നമ്മൾ ഉപയോഗിക്കുകയാണ്, അതിൽ നജസ്, അപ്പൊ നീക്കൽ നിർബന്ധമാണ്. വതളമുഖി ബിഹാ അബസൻ, അതുപോലെ പുരളുന്ന അവസ്ഥ. അബസൻ, അബസൻ എന്ന് പറഞ്ഞാൽ ഫൈന തളമുഖ ബിഹാ, നജസ് പുരളുക എന്ന് പറയുന്ന ഫീ ബദനിൻ, ശരീരത്തിലോ സൗബിൻ വസ്ത്രത്തിലോ ബിലാ ഹാജത്തിൻ, ആവശ്യമില്ലാതെ നജസ് പുരളൽ ഹറാമാണ്. അപ്പോ ആ പുരളുന്ന സമയത്ത് ആവശ്യമില്ലാത്ത പുരളൽ, അപ്പൊ നീക്കൽ നിർബന്ധമാണ്. അപ്പൊ അവിടെ എവിടെയൊക്കെ നജസായിട്ട് ജീവിക്കരുത്. തൻജീസിഹി മിൽക ഗൈരിൻ, മറ്റൊരാൾക്ക് ഒരു സംഗതി ഉടമപ്പെടുത്തി കൊടുക്കുന്ന സംഗതി മറ്റൊരാൾ അത് നജസാക്കുക. അങ്ങനെ നജസാക്കുന്ന സമയത്ത് അത് നീക്കൽ നിർബന്ധമാണ്. നജസാകുന്ന സമയത്ത് അത് നീക്കൽ നിർബന്ധമാണ്. വതജിബു ഇസാലത്തുഹ, വതജിബു നിർബന്ധമാണ്, ഇസാലത്തുഹ നജസ് നീക്കൽ നിർബന്ധമാണ്. അയവൻ, ഈ പറയപ്പെട്ടതുപോലെ തന്നെ, അനിൽ മയ്യത്തി, മയ്യത്തിൽ നിന്ന് നജസ് നീക്കൽ നിർബന്ധമാണ്. ഇദാ ഖറജത്തു മിൻഹു, മയ്യത്തിൽ നിന്ന് നജസ് പുറപ്പെട്ടാൽ നജസ് നീക്കണം. വമിനൽ മസ്ജിദ്, അതുപോലെ പള്ളിയിൽ നിന്ന് നജസ് നീക്കണം, പള്ളിയിൽ നജസ് കണ്ടാൽ. വമിനൽ മുസ്ഹഫി, മുസ്ഹഫിൽ നജസ് കണ്ടാൽ നീക്കൽ നിർബന്ധമാണ്. വമിൻ കുല്ലി മുഅല്ലമിൻ, ഇതുപോലെ ആദരിക്കപ്പെടുന്ന എന്തൊക്കെ കാര്യങ്ങളുണ്ടോ അതിൽ നിന്നെല്ലാം അത് ശ്രദ്ധയിൽപ്പെട്ടാൽ ഉടനെ നജസ് നീക്കണം. നജസുമായി ബന്ധപ്പെട്ട് നമ്മൾ ചർച്ചക്ക് കൊണ്ടുവരുന്ന വിഷയം, നജസ് എന്നത് മാലിന്യമാണ്. മാലിന്യം എപ്പോഴും നീക്കേണ്ടതാണ്, കൊണ്ടു നടക്കേണ്ട സംഗതിയല്ല. അത് നീക്കം ചെയ്യാൻ സ്വീകരിക്കേണ്ട സമീപനങ്ങൾ എന്താണ് എന്ന് ഇൻഷാ അല്ലാഹ് നമുക്ക് പറയാം. നമ്മൾ മനസ്സിലാക്കുന്ന, തുടക്കത്തിലേ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, 2-3 ചാപ്റ്റർ ആയിട്ട് നമുക്കത് കാണാം. ആ ഭാഗങ്ങളിൽ ഓരോന്നിലും നമുക്ക് അതിന്റെ ഭാഗങ്ങൾ ചർച്ചക്കും കൊണ്ടുവരാം. നജസിനെ കുറിച്ചത് മാലിന്യമാണ് എന്നും മാലിന്യം എപ്പോഴും ഒഴിവാക്കപ്പെടേണ്ടതാണ് എന്ന ബോധ്യം ഉണ്ടാവുക. അതൊരു വല്ലാത്തൊരു സാഹസികമായി ഒഴിവാക്കേണ്ട ഒരു വിഷയമാണ് എന്ന ധാരണ ഉപേക്ഷിക്കുക. പകരം
അത് സൂക്ഷ്മത വേണം, ശ്രദ്ധ വേണം, അത് കൊണ്ടു നടക്കേണ്ട ഒരു സംഗതിയല്ല, ഒരു അശ്രദ്ധമായി കൈകാര്യം ചെയ്യേണ്ടതല്ല എന്ന ബോധ്യം ഉണ്ടാവും. ആരാധനയിലും മറ്റുമൊക്കെ വൃത്തി, ശുദ്ധി എന്ന് പറയുന്ന അനിവാര്യതയാണ്. നിത്യജീവിതത്തിൽ വൃത്തി, ശുദ്ധി എന്ന് പറയുന്നത് സുരക്ഷിതത്വത്തിന്റെ ഭാഗമാണ്. മനുഷ്യന്റെ ആരോഗ്യത്തിന്, സുരക്ഷിതത്വത്തിന് വൃത്തിയും ശുദ്ധിയും വളരെയേറെ സഹായകമാണ്, വളരെയേറെ ശ്രദ്ധിക്കപ്പെടേണ്ട ഒരു വിഷയമാണ് എന്നർത്ഥം.